ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതീവ സുന്ദരിയായ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ. പലരും കണ്ടിട്ടുണ്ടായിരിക്കും, പലരുടെ ഗാർഡനിൽ അത് ഉണ്ടാവാം. എന്നിരുന്നാൽ പോലും ആ സുന്ദരിയെക്കുറിച്ച് പറയാതെ വയ്യ. അത് ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് മാർക്കറ്റുകളിൽ അതല്ലെങ്കിൽ നഴ്സറികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ചെടിയാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ചെടിയിലേക്ക് നമുക്ക് നോക്കാം. അവൾ ഏതാണ്, ഇത്രയും നമ്മൾ ആധികാരികമായി പറയുന്ന സുന്ദരി ആരാണെന്ന് നോക്കാം. വേറെ ആരുമല്ല, ഡിസംബർ ലേഡി, ഡിസംബർ ക്യൂൻ, സ്നോ ബുഷ്, സ്നോ ഫ്ലേക്സ്, ക്രിസ്തുമസ് ലേഡി എന്നീ പേരുകളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അതിസുന്ദരിയായ ഒരു ചെടിയാണ് ഇത്. ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ഇതൊരു ലീഫി പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമായിരിക്കും സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ. കാരണം ഇതിൻ്റെ ലീവ്സ് തന്നെ ഒരു ഫ്ലവറിലേക്ക് മാറുന്ന, ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലേക്ക് മാറുന്ന പോലെയുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഡിസംബർ ലേഡി എന്ന് പറയുന്നത്. അതായത് ഇലയാണോ പൂവാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ചെടി എപ്പോഴും കാണപ്പെടുന്നത്. അപ്പോൾ ഈ ചെടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെ ഇതിൻ്റെ ഇലകളൊക്കെ പച്ച കളറിലായിരിക്കും, സാധാ പോലെ പച്ച കളറിൽ. പക്ഷേ അവിടെ നിന്ന് ഒരു നവംബർ മുതൽ ഒരു ജനുവരി പകുതി വരെ ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ വൈറ്റിലേക്കായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇലകൾ, അതായത് ഇടയിൽ പച്ചയും പിന്നെ വെള്ളയും ഒരു മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഒരു ഗാർഡനിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പോരാത്തതിന് നല്ല മണം കേട്ടോ, നല്ല മണമാണ് ഇതിന്. നല്ലൊരു സുഗന്ധമുള്ളൊരു ചെടിയാണ് നമ്മുടെ ഡിസംബർ ലേഡി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെം പ്രൊപ്പഗേഷനിലൂടെയാണ് നമ്മളെപ്പോഴും ഈ ചെടീനെ വളർത്തിയെടുക്കുക. നമുക്കത് കട്ട് ചെയ്തിട്ട് കൂടുതൽ തൈകൾ ഉണ്ടാക്കാം. അതുപോലെ കെയറിങ്ങും കാര്യങ്ങളും വളരെ ഈസിയാണ്. നമുക്കധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല കെയറിങ് ചെയ്യാനായിട്ട്. ഒരു 8 മണിക്കൂറിലധികം വെയിൽ അല്ലെങ്കിൽ അതിനൊരു ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. പിന്നെ പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിലും ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ് നല്ലത്. എന്ന് കരുതി കട്ടിയുള്ള മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എന്നാലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് മാത്രം. പിന്നെ വെള്ളം നമുക്ക് ചെയ്യാനായിട്ട് ഡെയിലി വാട്ടറിങ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ നമുക്ക് 2 ദിവസം നമ്മൾ വീട്ടിലില്ല, വെള്ളം കൊടുത്തില്ല എന്ന് വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ അത്രയും ഈസിയാണെന്നർത്ഥം ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഹൈറ്റിലൊക്കെ പോകും അത്യാവശ്യം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്താം. പക്ഷേ എങ്കിൽ പോലും വലിയ മരമാകുന്നല്ല അർത്ഥം, എന്നാലും ഹൈറ്റിൽ പോകുന്നതാണ്. അപ്പോൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്താം. എത്രത്തോളം നമ്മൾ പ്രൂൺ ചെയ്യുന്നുവോ അത്രത്തോളം ഇതിൻ്റെ ഈ ലീഫിനുള്ള ഈ ഭംഗി, അതുപോലെ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിലേക്ക് പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇതൊരു പെരിനൽ പ്ലാന്റ് ആണ്. അതായത് നശിച്ചൊന്നും പോകില്ല. പക്ഷേ എന്നാൽ ഇതൊരു സീസണലും കൂടിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഭംഗി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, ഇത് ജനുവരി കഴിയുമ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മൾ മണിമുല്ലയുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞ പോലെയാണ്. മണിമുല്ല പൂക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ അത് കഴിഞ്ഞൊരു സമയം കഴിഞ്ഞാൽ പിന്നെ അതിൽ പൂവുണ്ടാവില്ല, ഒന്നുമില്ല, ഇലയായിട്ട് കാട് പിടിച്ച് നിൽക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ഇത് അതുപോലെ അല്ലെങ്കിൽ പോലും ഏകദേശം അതുപോലെയാണ്, ഒരു സീസണലാണ്. പക്ഷേ എന്ന് കരുതി പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോവില്ല. ഓരോ സീസൺ ആകുമ്പോൾ ഇതുപോലെ ഭംഗിയിൽ നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെർമനൻ്റ് ആയിട്ടൊരു പോട്ടും കൂടെ നമ്മൾ കണ്ടെത്താം. നമുക്ക് താഴെ വെക്കാൻ പറ്റും. അപ്പോൾ താഴെ വെക്കുമ്പോഴാണെങ്കിൽ പോലും കട്ട് ചെയ്തൊന്നും പോവാത്ത സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പോട്ട് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും വലിയ പോട്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും സിമൻ്റ് ആണെങ്കിലും അതെല്ലാം ക്ലേ ആണെങ്കിലും എന്ത് പോട്ടാണെങ്കിലും വലിയ പോട്ടുകളിൽ എപ്പോഴും നടാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലാണ് അത് സർവൈവ് ചെയ്ത് പോകുള്ളൂ, അതിൻ്റെ ഭംഗിയിലേക്ക് അത് വരുള്ളൂ. പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു 70% നമുക്ക് നോർമൽ സോയിലും ബാക്കി നമുക്ക് വേർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതിയാകും. അതായത് അങ്ങനെ ഒത്തിരി ഇന്ന കണ്ടീഷനിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഇന്ന കാലാവസ്ഥയിൽ മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ ഒന്നും ഒരു അപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സുന്ദരിയായ ചെടിയാണ്. ആകെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതൊരു സീസണലാണ്. അതായത് ഇതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഈ നവംബർ മുതൽ ജനുവരി
ജനുവരി വരെയാണ്. ബാക്കിയുള്ള സമയത്ത് അങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇനി മഴക്കാലം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെമ്മിന് ചിലപ്പോൾ അത്രയും കനം ഉണ്ടാവില്ല. ഇങ്ങനെ മുകളിലോട്ട് ബ്രാഞ്ചസ് പോകുന്നുണ്ടെങ്കിലും സ്റ്റെമ്മ് വലിയ കട്ടിയിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഒന്ന് മറഞ്ഞു വീഴാൻ, അതായത് അതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ ഒടിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മഴയുള്ള സമയത്ത് ഒന്ന് നീക്കി വെച്ചിടാൻ നല്ലതാണ്. പിന്നെ മഴക്കാലത്ത് പ്രത്യേക പരിരക്ഷ മിക്കവാറും ചെടികൾക്ക് ആവശ്യമാണ്. അതുപോലെ ഇതിനെ നമ്മൾ മാറ്റി വെച്ചാൽ മതി, വേറെ നമ്മളൊന്നും ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ജൈവവളമാണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലും ഏത് വേണമെങ്കിലും ചെയ്യാം. അത് വൺസ് ഇൻ എ മന്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത്, എങ്ങനെ ചെയ്താലും പ്രോബ്ലം ഇല്ല. ഇത് ആ ഒരു ഭംഗിയിലേക്ക്, അതായത് അതിൻ്റെ ലീഫൊക്കെ വൈറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ബുഷിയായിട്ട് വളരാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മഴയത്ത് ഇത് വെക്കാതെ പരമാവധി നോക്കുക. കാരണം വെച്ചുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട്, സ്റ്റെമ്മിന് കനലില്ലാത്തതുകൊണ്ട് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെ വേറൊരു വടി വെച്ച് കൊടുത്ത് കെട്ടിവെക്കുന്നതൊക്കെ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിസംബർ ലേഡിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഡിസംബർ ലേഡി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്ത സീസണിലേക്ക് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം, അതല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ചെടികളുടെ അപ്ഡേഷൻസ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം. പുതിയ വെറൈറ്റി ചെടികൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.